നമസ്കാരം മക്കളെ, ഒരുപാട് കുട്ടികൾ KCET എക്സാമിന്റെ പ്രിപ്പറേഷനിലായിരിക്കും. നമ്മൾ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും KCET എക്സാമിന് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ എക്സാം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിന്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ നമ്മുടെ KCET എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ കണ്ട വീഡിയോസ് കണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലുമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ വാട്സപ്പ് ചാനലിൽ വഴി നിങ്ങൾ ഒരുപാട് കുട്ടികൾ പ്രാക്ടീസ് ചെയ്തു എന്നുള്ള വിവരം അറിയിക്കുന്നുണ്ട്. ഫൈനൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമ്മൾ ഗ്രൂപ്പിൽ ഈ അടുത്തായിട്ട് ഇടുന്നുണ്ട് എക്സാമിന് മുമ്പായിട്ട്. അതും കൂടി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് മലയാളി കുട്ടികൾക്ക് KCET എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിൽ യാതൊരുവിധ സംശയമല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്കും BSc നഴ്സിംഗ് പഠിക്കാൻ പറ്റും. ഇൻ കേസ് KCET എക്സാം വഴി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെന്റ് സീറ്റ് എടുത്ത് പഠിക്കാൻ പറ്റും. മാനേജ്മെന്റ് സീറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ് KCET എക്സാമിന്റെ നിർദ്ദേശങ്ങൾ. അതായത് KCET എക്സാമിന് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഡ്രസ് കോഡിനെ കുറിച്ചിട്ട് ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാം ഹാളിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ശ്രദ്ധിക്കണം. ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ KCET എക്സാമിന്റെ എക്സാം ഹാൾ ഇൻസ്ട്രക്ഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ എക്സാം ഹാളിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് ഹോൾ ടിക്കറ്റ് ആണ്. നമ്മുടെ KCET എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് നിങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സിന് മാത്രമേ KCET വഴി നമുക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ചോദിക്കുന്നതാണ് മാത്തമാറ്റിക്സ് ഹോൾ ടിക്കറ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ മാത്തമാറ്റിക്സ് നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്രം എഴുതിയാൽ മതി. കാരണം മാത്തമാറ്റിക്സ് കന്നഡ കുട്ടികൾക്ക് അവിടുത്തെ എഞ്ചിനീയറിംഗിലോട്ട് ചേരാൻ വേണ്ടിയിട്ടാണ് മാത്തമാറ്റിക്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹോൾ ടിക്കറ്റ് ആണ് എക്സാം ഹോളിലോട്ട് കൊണ്ടുപോകേണ്ടത്. ഹോൾ ടിക്കറ്റിന്റെ കൂടെ ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് ID കാർഡ്. ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് ID കാർഡ് എന്ന് പറയുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് പറ്റും, ആധാർ കാർഡ് പറ്റും. നിങ്ങൾ മാക്സിമം ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ID പറ്റും. അതായത് ഫോട്ടോ പതിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ID കാർഡ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോകണം. അതുപോലെ തന്നെ ബ്ലൂ ഓർ ബ്ലാക്ക് ഇങ്ക് ഉള്ള ഒരു ബോൾ പോയിന്റ് പെന്ന് നിങ്ങൾ കൈ കരുതണം. ഈ 3 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ KCET എക്സാം ഹോളിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതായത് കൊണ്ടുപോകാൻ പറ്റാത്ത, നിങ്ങളെ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്ത, നോട്ട് അലൗഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകൾ, അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചുകൾ, ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. വാച്ചസും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ 3 കാര്യങ്ങൾ മാത്രം. അതുപോലെ തന്നെ ഒരു കാരണവശാലും ഒരു രീതിയിലുള്ള ഭക്ഷണവും വെള്ളവും എക്സാം ഹോളിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം വെള്ളം അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പെന്ന്, പേപ്പർ, എറൈസർ പോലുള്ള ടൂൾസുകൾ നമ്മൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ തൊപ്പി, പോകുന്ന സമയത്ത് ഡ്രസ്സ് ഇടുന്ന സമയത്ത് തൊപ്പി, ക്യാപ്പ് പോലുള്ള കാര്യങ്ങൾ ഇടാൻ പറ്റില്ല. നമ്മളെ തല ശരിക്കും അവിടെ കാണണം. അതുപോലെ തന്നെ ലാസ്റ്റ് ബെല്ല് അടിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് KCET എക്സാം ഹാളിൽ നിന്നും പുറത്തോട്ടേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് KCET എക്സാമിൽ. അതായത് നമുക്ക് ലാസ്റ്റ് ബെല്ലില്ലാതെ നമുക്ക് പുറത്തോട്ടേക്ക് വരാൻ, നമ്മുടെ എക്സാം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് നമുക്ക് പെട്ടെന്ന് പുറത്തോട്ടേക്ക് വരാൻ പറ്റത്തില്ല. അപ്പൊ ഡ്രസ് കോഡിന്റെ സ്ഥലത്തോട്ടേക്ക് വരുന്ന സമയത്ത് ആൺകുട്ടികൾക്ക് ഹാഫ് സ്ലീവ് ഷർട്ട്, അതായത് ഫുൾ സ്ലീവ് ഷർട്ട് ചെയ്യാൻ പാടില്ല. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് കോളറുള്ള സിമ്പിൾ കളർ ആയിട്ടുള്ള ഒരു ഹാഫ് സ്ലീവ്, അതായത് പകുതി കൈയുള്ള ഷർട്ട് മാത്രം ധരിച്ച് കയറുക. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള കോട്ടൺ പാൻറ് ഇടുക. ജീൻസ്, പൈജാമ പോലുള്ള, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ട്രൗസേഴ്സ്, ട്രാക്ക് സ്യൂട്ട്സ്, അല്ലെങ്കിൽ ഒരുപാട് പോക്കറ്റുകളും കാര്യങ്ങളും ഉള്ള പാൻസ് ധരിക്കാതെ കുറഞ്ഞ പോക്കറ്റുള്ള സിമ്പിൾ പാൻറ് ധരിച്ചിട്ട്, പറ്റുകയാണെന്നുണ്ടെങ്കിൽ കോട്ടന്റെ പാൻറ് ധരിച്ചിട്ട് പോവുക. പിന്നെ ഷൂസ് ഇടാൻ പറ്റില്ല. ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ഷൂസ് പറ്റില്ല. നിങ്ങൾ എപ്പോഴും കയ്യിലൊരു സിമ്പിൾ ആയിട്ടുള്ള ചപ്പലുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സ്ലിപ്പറുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സാൻഡിൽസുകൾ ഉണ്ടാവും. സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചപ്പലുകൾ ഇട്ടിട്ടാണ് നിങ്ങൾ കയറാൻ പറ്റുന്നത്. മാല, മോതിരം അല്ലെങ്കിൽ കമ്മല് പോലുള്ള ഒരു ഓർണമെന്റ്സും എക്സാം ഹോളിലോട്ട് കയറ്റത്തില്ല. പെൺകുട്ടികളുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഡിസൈനിങ്, പൂക്കളും അതുപോലെ മലകളും ഒന്നും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ്, ഡിസൈനിങ് ഇല്ലാത്ത ഡ്രസ്സ് മാത്രം ധരിക്കാൻ പറ്റത്തുള്ളൂ. ഫുൾ സ്ലീവ് അല്ലെങ്കിൽ ജീൻസ് അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ഉള്ള പാൻസ് ഒന്നും അലൗഡ് അല്ല. ഹാഫ് സ്ലീവ്സ് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഹാഫ് സ്ലീവ്സ് ഷർട്ടുകളോ അല്ലെന്നുണ്ടെങ്കിൽ സിമ്പിൾ ഹാഫ് സ്ലീവ് ഡ്രസ്സ് ധരിക്കുക. സിമ്പിൾ ആയിട്ടുള്ള പാൻറ്, കോട്ടന്റെ സിമ്പിൾ ആയിട്ടുള്ള പാൻറ് തന്നെ സ്ത്രീകളും പരമാവധി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആൺകുട്ടികളെ പോലെ തന്നെ ഷൂസ് അലൗഡ് അല്ല. ഷൂസ് ഇടാൻ പറ്റത്തില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെരുപ്പ് ഇട്ടിട്ട് കയറുക. ഓർണമെന്റ്സും പാടില്ല. പിന്നെ അവിടെ കർണാടകത്തിൽ പിന്നെ കല്യാണം കഴിഞ്ഞ ആൾക്കാർ കാലുമലൊക്കെ മോതിരം പോലത്തെ സാധനം ഓർണമെന്റ്സ് ഇടും. അങ്ങനത്തെ കുട്ടികൾക്ക് അത് ധരിക്കാം. അല്ലാതെ
ബേസിക്കലി ഓർണമെന്റ്സ് ഒന്നും ധരിക്കാൻ പാടില്ല. എക്സാം ഡ്രസ് കോഡിന്റെ PDF ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് നോക്കി നോക്കൂ. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഹോൾ ടിക്കറ്റ് മറക്കരുത്, ഫോട്ടോ ഉള്ള ഒരു ID കാർഡ് മറക്കരുത്, അതുപോലെ തന്നെ പെന്ന്, ബോൾ പോയിന്റ് പെന്നും മറക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ബേസിക്കലി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഏപ്രിൽ 16-നും 17-നുമാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മെഡിക്കൽ കോളേജുകളിൽ തന്നെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ മെറിറ്റിൽ തന്നെ പഠിക്കാൻ പറ്റും. എന്ത്? BSc നഴ്സിംഗ്. ഇൻ കേസ് നിങ്ങൾക്ക് എക്സാം ടഫ് ആയിരുന്നു, നിങ്ങൾക്ക് എക്സാം വഴി കിട്ടാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ എക്സാം എഴുതാൻ താല്പര്യമില്ല കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും നല്ല മെഡിക്കൽ കോളേജുകളിൽ മാനേജ്മെന്റ് സീറ്റ് അവൈലബിൾ ആണ്. മാനേജ്മെന്റ് സീറ്റ് വളരെ കുറവ്, 20% സീറ്റ് മാത്രമേ ഒരു കോളേജിൽ മാനേജ്മെന്റ് സീറ്റ് ഉള്ളൂ. അപ്പോൾ ഇത് എക്സാം നടക്കുന്ന സമയമാകുമ്പോഴേക്കും പല കോളേജുകളിലും ഇപ്പൊ ഒരുപാട് കുട്ടികൾ പ്ലാൻ ചെയ്തിട്ട് കോളേജ് വിസിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സമയത്ത് എക്സാം നടക്കുന്ന സമയത്ത് തന്നെ പല നഴ്സിംഗ് കോളേജുകളിലും മാനേജ്മെന്റ് സീറ്റ് ഫിൽഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാനേജ്മെന്റ് സീറ്റ് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ KCET എക്സാമിന്റെ മുമ്പായിട്ടോ അന്നായിട്ടോ മാക്സിമം ബുക്ക് ചെയ്യുക. കാരണം ഒത്തിരി 3 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന എക്സാം ആണ് KCET എക്സാം. അപ്പൊ ഈ 3 ലക്ഷത്തോളം കുട്ടികളിൽ നിന്നും നിങ്ങൾക്കും ഒരു അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കുക. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. KCET എക്സാം വഴി നമുക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. ഇപ്പൊ അതിന് പറ്റാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം, ഞങ്ങൾ അതിന്റെ എല്ലാ ഗൈഡൻസും നൽകുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ KEയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അതിൽ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കും കൂടുതൽ ഡൗട്ടുകൾക്കും ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക.